നിഷ്മ എന്ന യുവതി കോഴിക്കോട് ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. അങ്ങനെയാണ് നിഷ്മ കൂട്ടുകാരികൾക്കൊപ്പം വയനാട്ടിലെ 900 കണ്ടി എന്ന സ്ഥലത്ത് ടൂറ് പോയ സ്ഥലത്ത് ടെൻറ്റിനുള്ളിലാണ് നിഷ്മ കൂട്ടുകാരും താമസിച്ചത്. എന്നാൽ പിറ്റേന്ന് വീട്ടുകാർക്ക് വിവരം ലഭിക്കുന്നത് നിഷ്മ ടെൻറ്റ് ഇടിഞ്ഞു വീണ് മരണപ്പെട്ടു എന്നാണ്. ഇതിൽ രക്ഷിതാക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: 15ഓളം പേർ ടെൻറ്റിനുള്ളിൽ താമസിച്ചിട്ടും നിഷ്മ മാത്രം എങ്ങനെയാണ് മരണപ്പെട്ടത്? മാത്രമല്ല, നിഷ്മയുടെ ശരീരത്തിൽ അപകടം പറ്റിയതിൻ്റെ യാതൊരു പോറലും മുറിവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂട്ടുകാരികൾ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. ആരൊക്കെയാണ് നിഷ്മയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെന്ന് അന്വേഷിക്കണമെന്നും റിസോർട്ട് ഉടമയെ കൊലപാതക കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണമെന്നുമാണ് നിഷ്മയുടെ മാതാപിതാക്കളുടെ ആവശ്യം. നിലമ്പൂരിൽ താമസിച്ചിരുന്ന നിഷ്മയും കുടുംബവും തൻ്റെ ബ്യൂട്ടി പാർലറിൽ കൂടുതൽ ആളെ കിട്ടാൻ കോഴിക്കോടാണ് നല്ലതെന്ന് മനസ്സിലാക്കി കോഴിക്കോടേക്ക് താമസം മാറുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് ബ്യൂട്ടി പാർലർ നടത്തുകയാണ് നിഷ്മ. അതിനിടയിലാണ് 900 കണ്ടിയിലേക്ക് കൂട്ടുകാരുമൊന്നിച്ച് ടൂറ് പോയത്.